ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു കാര്യങ്ങൾ വളരെ സമ്മറൈസ് ചെയ്തിട്ടൊന്ന് പറഞ്ഞിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം. അപ്പൊ ഞാൻ ഈ സ്ക്രീൻ റെക്കോർഡ് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇടാം, നമ്മുടെ ട്രേഡിംഗ് ഒഫീഷ്യലിലേക്ക് ഇടാം. ജസ്റ്റ് ഒന്ന് പോയി ഇതൊന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് നാളെ തുടങ്ങി നിങ്ങൾക്ക് ഇതേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പൊ ഒരു ട്രെൻഡ്, പ്രോപ്പർ ആയിട്ടുള്ള ട്രെൻഡ് കിട്ടിയാലാണ് ഫിബൊനാച്ചി അളക്കുന്നതിൽ അർത്ഥമുള്ളൂ. ഫിബൊനാച്ചി 61ഉം 78 മാത്രമാണ് നമ്മൾ ട്രെൻഡ് ട്രേഡേഴ്സ് നോക്കാറുള്ളൂ. 50 വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, എക്സ്ട്രാ കോൺഫ്ലുവൻസുകൾ ഉണ്ടെങ്കിൽ. അതായത് റൗണ്ട് നമ്പർ ഉണ്ടെങ്കിൽ 50യിൽ നമുക്ക് നല്ല ട്രേഡ് എടുക്കാം. അപ്പൊ മിനിമം നമ്മൾ ഡിസ്കൗണ്ടിൽ മാത്രമേ നോക്കുള്ളൂ. അതിൽ മേലുള്ള ഫിബൊനാച്ചി നമുക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ 50 ഈ കേസിൽ നമ്മൾ മാറ്റി വെച്ചേക്കാണ്. ഇവിടെ നമ്മുടെ കളിയിൽ 61ഉം 78 ഉള്ളൂ. അതിൽ ഏറ്റവും ഡീപ്പ് ഡിസ്കൗണ്ടിൽ എടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിസ്ക് റിവാർഡ് കിട്ടാനുള്ള സാധ്യത, അതായത് 78. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടി നമുക്ക് ഈ റുട്ടീനിലേക്ക് തിരിച്ചു വരാം. അതായത് ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് 1 ഡേയുടെ ചാർട്ട് എടുത്തിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ ഹൈ ആൻഡ് ലോസ്, അല്ലെ, ഹൈ ആൻഡ് ലോസുകൾ മാർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ ഹൈ ആൻഡ് ലോസുകൾ മാർക്ക് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ 30 മിനിറ്റ്സിലേക്ക് ആക്കിയിട്ട് അതിൽ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടാവാം, ഇല്ലാതിരിക്കാം, തൊട്ടടുത്തുള്ള ഹിറ്റ് പോയിന്റ്സുകൾ, അല്ലെ, തൊട്ടടുത്ത് മൾട്ടിപ്പിൾ ടൈംസ് സപ്പോർട്ട് ആയതും റെസിസ്റ്റൻസുമായ സ്ഥലങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ നോക്കിയത് എന്താണ്, അതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നു. ഇവിടെ 3 പ്രാവശ്യം സപ്പോർട്ട് എടുത്ത സ്ഥലം നമ്മൾ കുറച്ച് സ്ട്രോങ്ങർ ആയിട്ട് മാർക്ക് ചെയ്യുന്നു. ഇവിടെ റീസെന്റ് ആയിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ഇവിടെയും സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു സ്ഥലം നമുക്ക് കുറച്ചുകൂടി ഒപ്പാസിറ്റി കുറച്ച് മാർക്ക് ചെയ്യുന്നു. അതുപോലെ ഒരു പ്രാവശ്യം റെസിസ്റ്റൻസ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയ സ്ഥലം നമ്മൾ നന്നായിട്ട് കടുപ്പിച്ച് മാർക്ക് ചെയ്യുന്നു, അല്ലെ. ഇതാണ് നമ്മൾ രണ്ടാമത് ചെയ്ത പ്രൊസീജിയർ. മൂന്നാമത് ചെയ്ത പ്രൊസീജിയർ 5 മിനിറ്റിലേക്ക് വരുന്നു. 5 മിനിറ്റിലേക്ക് വന്നിട്ട് നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കുന്നു. അപ്പൊ അത് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ എന്ന് നോക്കുന്നു. ചിലപ്പോൾ ഒരു ട്രെൻഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല, സൈഡ് വൈസ് ആയിരിക്കും. സൈഡ് വൈസ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന് തന്നെയാണ് ഫോക്കസ് ചെയ്യുക. മുകളിൽ നിന്ന് സെല് ചെയ്യാൻ നോക്കുക, താഴത്തു നിന്ന് ബൈ ചെയ്യാൻ നോക്കുക. ഇപ്പൊ ഈ ഒരു എക്സാമ്പിളിൽ എങ്ങനെയാണ്, അപ് ട്രെൻഡ് ആണ്, ചിലപ്പോൾ ഡൗൺ ട്രെൻഡ് ആയിരിക്കും. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമ്പൾസീവ് മൂവുകൾ കറക്റ്റ് ആയിട്ട് എന്താ പറയുക, ഡൈജസ്റ്റ് ചെയ്തിട്ടാണോ പോകുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നു. ആ ട്രെൻഡ് എങ്ങോട്ടാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ അതിലെ ഹിഡൻ ടിപ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്കറ്റിൽ ഇമ്പൾസീവ് മൂവ് ഫാസ്റ്റ് ആയിരിക്കണം, വലിയ കാൻഡിൽസ് ആയിരിക്കണം, ഗ്യാപ്പ് അപ്പ് ആയിരിക്കണം, കറക്റ്റീവ് മൂവ് സ്ലോ ആയിരിക്കണം, വളഞ്ഞൊടിഞ്ഞായിരിക്കണം, അല്ലെ. അപ്പൊ അതൊന്നും മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുന്നുള്ളൂ. നമ്മൾ എന്താണ് ചെയ്യുന്നത്, ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യുന്നു. ഇതാണ് മാർക്കറ്റ് സ്ട്രക്ചർ. മാർക്കറ്റ് സ്ട്രക്ചർ ട്രെൻഡ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. അത് പ്രോപ്പർ ആയിട്ടുള്ള ട്രെൻഡിലാണെങ്കിൽ മാത്രം ഫിബൊനാച്ചിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒബ്വിയസ് ആയിട്ടുള്ള ട്രെൻഡ് ലൈൻ ഉണ്ടെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യാം. ട്രെൻഡ് ലൈൻ വളരെ റയർ ആയിട്ട് ഉണ്ടാവാറുള്ളൂ, ഫിബൊനാച്ചി മിക്ക സമയത്തും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ട്രെൻഡ് ലൈൻ ഉണ്ടെങ്കിൽ മാത്രം അതും നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്തിടാം, അല്ലെ. അപ്പോൾ അതുപോലെ മൾട്ടിപ്പിൾ കോൺഫ്ലുവൻസുകൾ നോക്കിയിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. നമ്മൾ ഒരു കോൺഫ്ലുവൻസ് നോക്കിയിട്ടല്ല ട്രേഡ് എടുക്കുന്നത്. ഒന്നുകിൽ ഫിബൊനാച്ചി ട്രെൻഡ് ലൈൻ, അല്ലെങ്കിൽ ഫിബൊനാച്ചി റൗണ്ട് നമ്പർ, അല്ലെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് റൗണ്ട് നമ്പർ. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഓരോ ട്രേഡുകളും നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, ഇതിൽ ട്രെൻഡ് ലൈനും ഉണ്ട്, ഫിബൊനാച്ചി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കുന്നത്, അല്ലെ. ഇവിടെ നമുക്ക് റൗണ്ട് നമ്പറും ഉണ്ട്, പ്രീവിയസ് സപ്പോർട്ടും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കിട്ടിയാൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, റൗണ്ട് നമ്പർ ഇല്ല, പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടും ഉണ്ട്, റെസിസ്റ്റൻസും ഉണ്ട്, സപ്പോർട്ടും ഉണ്ട്, അതായത് മൾട്ടി ഫ്ലിപ്പ് സോൺ. അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അതേ റീസൺ തന്നെ, അല്ലെ. ഒരു കാന്ത വികർഷണ സ്ഥലമാണിത്. അവിടെ മാർക്കറ്റ് വികർഷിക്കുന്നില്ലെങ്കിൽ, റിപ്പൽ ചെയ്യുന്നില്ലെങ്കിൽ, കൺസോളിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു സീലിംഗുമോ തേനീച്ച കൂട് കിട്ടിയേക്കണ പോലെ അവിടെ വന്നിട്ട് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്താൽ അടിപൊളി. ഇവിടെ താഴത്തേക്ക് വീണില്ല, ഹോൾഡ് ചെയ്ത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുക്കും. അപ്പോ ട്രേഡിങ്ങിൽ കൂടുതൽ ട്രേഡ് ചെയ്യാന്നുള്ളതല്ല, വളരെ കുറച്ച് ട്രേഡുകൾ ചെയ്താൽ മതി. പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രേഡേഴ്സ് നിഫ്റ്റിയിൽ ആക്ച്വലി പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രേഡേഴ്സ് വളരെ കുറവ് ട്രേഡുകൾ എടുക്കാറുള്ളൂ. നമ്മൾ പറയാറുണ്ട് ആഴ്ചയിൽ 1-2 ട്രേഡുകൾ മതി, അല്ലെ. നമ്മളൊരു എല്ലാ ദിവസവും ഒരു ട്രേഡ് എടുക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി നമ്മൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കാം. 20 വർക്കിംഗ് ഡേയ്സ് ഉണ്ടെങ്കിൽ 20 ട്രേഡ് എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു ദിവസം 2 ട്രേഡ് ഒക്കെ വെച്ചെടുത്തിട്ട് നമ്മൾ 4 സിനാറിയോസ് വരച്ചിടുന്നുള്ളൂ. ഇതിൽ മിക്ക ദിവസവും ഒരെണ്ണം ഉണ്ടാവാറുള്ളൂ, ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോൾ ഒരെണ്ണം ഉണ്ടാവാറുള്ളൂ. അപ്പൊ ഒരു മാസം 20 വർക്കിംഗ് ഡേയ്സ് ഉണ്ടെങ്കിൽ 40 ട്രേഡ് എടുത്തിട്ട് അതിൽ 21 ട്രേഡ് വിജയിക്കുന്നേക്കാൾ, അല്ലെങ്കിൽ 20 ട്രേഡ് വിജയിക്കുന്നേക്കാൾ ഫാർ ബെറ്റർ ആണ്
നമ്മളൊരു 6 ട്രേഡ് എടുത്തിട്ട് അതിൽ 4 ട്രേഡ് വിജയിക്കണം അല്ലെ? സെയിം പ്രോഫിറ്റ് അല്ലേ? 40 ട്രേഡിൽ 21 ട്രേഡ് വിജയിച്ചാലും 6 ട്രേഡ് എടുത്തിട്ട് 4 ട്രേഡ് വിജയിച്ചാലും 2 ട്രേഡിന്റെ പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടുക. നമ്മൾ എടുക്കുന്ന റിസ്ക് ഒരു 2% ആണെങ്കിൽ 4%, 3% ആണെങ്കിൽ 6%. അത് നമ്മൾ എടുക്കുന്ന റിസ്ക് പോലെ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു റുട്ടീൻ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രീ മാർക്കറ്റ് അനാലിസിസിന്റെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പൊ നമ്മളത് നോട്ടായിട്ട് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. നമ്മളൊരു അബ്രീവിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അല്ലെ? അത് മറന്നുപോയി. ഇനി അതിലേക്ക് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യാം. ജസ്റ്റ് ഒരു ക്വിക്ക് റിവിഷൻ. അതിനുശേഷം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഈ ഒരു സ്ക്രീൻഷോട്ടും നമുക്ക് ഗ്രൂപ്പിൽ ഇടാം. നിങ്ങൾ നോക്കുക എവിടെയാണ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പോൾ ട്രേഡ് എടുക്കാറായോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ട്രേഡ് എടുക്കാറായോ? നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വേണം, അല്ലെങ്കിൽ കൈക്കനാശി ഗ്രീൻ വേണം. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഈ ലാസ്റ്റ് ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഹൈ ഇല്ലേ, ഈ ഒരു ഹൈ മുകളിലേക്ക് ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ എടുത്താൽ മതി. അപ്പൊ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് 61% ഓർഡർ ഇടുക. ഇതിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുക. 1-2 ടാർജറ്റ് വെക്കുക. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് ഇപ്പോഴും പമ്പ് ചെയ്ത് മുകളിലേക്ക് കയറിയിട്ടില്ല. അപ്പൊ മാർക്കറ്റ് ഇന്ന് വളരെ ബെയറിഷ് ആയതുകൊണ്ട് അത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കണ്ടതിന് ശേഷം ആരെങ്കിലൊക്കെ മേടിച്ചതിന് ശേഷം നമ്മൾ ഫോളോ ചെയ്താൽ മതി. നമ്മളായിട്ട് തലവെച്ച് കൊടുക്കണ്ട. ഓക്കെ, അതിപ്പോ റൗണ്ട് നമ്പറിലായാലും ഓക്കെ. ഇനി തിരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് നമ്പറിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡ് ചെയ്യാം. അതായത് റൗണ്ട് നമ്പറിൽ എത്തിയിട്ട് നന്നായിട്ട് കൺസോൾഡേറ്റ് ചെയ്ത് പൊട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡ് ചെയ്യാം. പക്ഷെ നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം അത്ര സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് അല്ല, ഇവിടെ ചെറിയൊരു സപ്പോർട്ട് മാത്രമേ ഉള്ളൂ അല്ലെ? വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ആണെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കായിരുന്നു. അപ്പൊ നമ്മൾ പ്രീ മാർക്കറ്റ് അനാലിസിസ് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 5 ഫാക്ടേഴ്സ് ആണ് നമ്മളിന്ന് നോക്കിയത്. അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചാണ് നോക്കിയത്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളതാണ് നമ്മൾ ആദ്യം നോക്കിയത്. ഏറ്റവും കുറവ് വെയിറ്റേജ് ഉള്ളതാണ് നമ്മൾ അവസാനം നോക്കിയത്. ഏതൊക്കെയാണ്? ഗ്ലോബൽ മാർക്കറ്റ്, ഗ്ലോബൽ മാർക്കറ്റ്, FII ഡാറ്റ, പെർഫെക്റ്റ്. ഇന്ത്യ വിക്സിന്റെ ട്രെൻഡ്, പിന്നെ ഓയില്, ഗിഫ്റ്റ് നിഫ്റ്റി. അപ്പൊ ഇത് ഏകദേശം നിങ്ങളൊരു 8:45-9 മണിയൊക്കെ ആകുമ്പോ നോക്കിയാൽ ഏതാണ്ട് ഒരു ധാരണ കിട്ടും. പക്ഷെ നമുക്ക് അതുകൊണ്ടൊരു കാര്യമില്ല. നമ്മൾ 8:45-9 മണിയായി നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ധാരണ കിട്ടി നിഫ്റ്റി എന്ന് ബെയറിഷാന്ന് വിചാരിച്ച് കാലത്ത് തന്നെ മാർക്കറ്റ് തുടങ്ങുമ്പോഴേക്കും ബെയറിഷ് എടുക്കുന്നതിൽ ഒരു അർത്ഥമില്ല. ആദ്യത്തെ 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം തന്നെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഹെവി റിസ്ക് ആയിരിക്കും, സ്ലിപ്പേജ് കൂടും, സ്പ്രെഡ് കൂടും, പ്രശ്നങ്ങളാണ്. അപ്പോൾ 5 ഫാക്ടേഴ്സ്. ഇനി ഇതില് നമുക്ക് ആ കൂടി ഓർത്ത് വെക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഏതാണ്? ഇതിൽ നോക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഏതാ? നമുക്ക് ടഫായിട്ട് തോന്നുന്നത് ഏതാ? ഇന്ത്യ വിക്സ് സിമ്പിൾ അല്ലേ? ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. FII ഡാറ്റ സെൻസിബിളിൽ ഏത് പേജിലാണ് കിടക്കുന്നത്? അനലൈസ് പേജിൽ. 2ാം പേജ് അനാലിസിസ് പേജിൽ FII ഡാറ്റ കാണാം. അപ്പോ FIIs സ്ട്രോങ്ലി ബെയറിഷും ക്ലയൻസ് സ്ട്രോങ്ലി ബുള്ളിഷും ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? മാർക്കറ്റ് ബുള്ളിഷ് ആവാനാണോ സാധ്യത, ബെയറിഷ് ആവാനാണോ? FIIs സ്ട്രോങ്ലി ബെയറിഷും ക്ലയൻസ് സ്ട്രോങ്ലി ബുള്ളിഷും ബെയറിഷ് ആണ് അല്ലെ? ഓക്കെ. ഇനി US ഓയിൽ, ക്രൂഡ് ഓയിലിൽ സ്പൈക്ക് ചെയ്താൽ നിഫ്റ്റി എങ്ങോട്ട് പോകാനാണ് സാധ്യത? നിഫ്റ്റി ബെയറിഷ് ആയിരിക്കും. മറ്റാർക്കൊന്നും പറയാനില്ലേ? ബാക്കിയുള്ള ആൾക്കാർക്ക് അടുത്തൊരു ചോദ്യം. നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ്സ് നോക്കണം എന്ന് പറഞ്ഞു അല്ലെ? മൊത്തം എത്ര മാർക്കറ്റ് നമ്മൾ നോക്കണം? എത്ര ഇൻഡെക്സുകൾ നമ്മൾ നോക്കണം? അതിൽ മിനിമം എത്ര എണ്ണം പോസിറ്റീവ് ആയാലാണ് നമുക്കൊരു ക്ലിയർ വ്യൂ ആവുക? 9 നോക്കണം. അതിൽ മിനിമം എത്ര എണ്ണെങ്കിലും ഒരു സൈഡിലേക്ക് ആയിരിക്കണം? മിനിമം 5 എണ്ണമെങ്കിലും ഒരു സൈഡിലേക്ക്. 5 കൂടില്ല. 5ഉം 4ഉം 7ഉം 6 കൂടില്ല. 7 അല്ലെ? 7 എണ്ണം ബെയറിഷും 2 എണ്ണം ബുള്ളിഷും ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പിന്നെ അത് കുറച്ചൊക്കെ വെയിറ്റേജ് വെച്ചും കൂടി ചിന്തിക്കാൻ നോക്കുക. 8 എണ്ണം ബുള്ളിഷും ഓർ ബെയറിഷ് ആണെങ്കിൽ പിന്നെ നമ്മൾ കണ്ട പോലെ ആണെങ്കിൽ സ്ട്രോങ്. ഇനി 7 എണ്ണം ബുള്ളിഷും
രണ്ടെണ്ണം ബെയറിഷ് ആണെങ്കിലും ഈ ബുള്ളിഷ് ആവുന്നത് 1% മേലേക്ക് ആണെങ്കിൽ ഈ ബെയറിഷ് ആവുന്നത് രണ്ടെണ്ണം 6%, 1/4% ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ അതും സ്ട്രോങ് ആണ്. അപ്പൊ വെയിറ്റേജ് മനസ്സിലാക്കണം. അപ്പൊ ഏതൊക്കെ ഇൻഡെക്സുകളാണ് നമ്മൾ നോക്കേണ്ടത്? പേരുകൾ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ഇനി അത് ഓർക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് ChatGPT ചോദിച്ച് ഒരു ടേബിൾ ഉണ്ടാക്കി അതൊന്ന് മെമ്മറൈസ് ചെയ്യാൻ നോക്കാം. ഏതൊക്കെ ഇൻഡെക്സുകളാണ് നമ്മൾ നോക്കുക? കാണാപ്പടം പഠിക്കണമെന്നില്ല, കാരണം നിങ്ങൾക്ക് ChatGPT എപ്പോൾ പോയാലും കിട്ടും. നിങ്ങൾ ട്രേഡിംഗ് വ്യൂ ഇട്ടാലും മതി, പതുക്കെ പതുക്കെ ചെയ്ത് മനസ്സിലാക്കാം അല്ലേ. അപ്പോ 3 അമേരിക്കൻ ഇൻഡെക്സുകൾ, അതുപോലെ തന്നെ SPX, DJI, നാസ്ഡാക്ക്, അതുപോലെ തന്നെ 3 യൂറോപ്യൻ ഇൻഡെക്സുകൾ, UK 100, അതായത് ലണ്ടനിലെ ഫിനാൻഷ്യൽ ടൈംസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതിലെ 100 കമ്പനികൾ, ഡാക്കും കാക്കും. ഈ ഡാക്കും കാക്കും നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരാം. ഡാക്ക് ഏത് രാജ്യത്തെയാണ്? ആരെങ്കിലും പറയാൻ പറ്റും? ഡാക്ക് ഇങ്ങനെ പറയാ DE40 ഏതാണ്? ജർമ്മനിയാണോ? ജർമ്മനി. പെർഫെക്റ്റ്. കാക്കോ? ഒരു ക്ലൂ തരാം. ആ രാജ്യത്തിന്റെ ഒരു ലെറ്റർ ഈ കാക്കുമായിട്ട് ബന്ധമുണ്ട്, സിയുമായിട്ട് ബന്ധമുണ്ട്. ഫ്രാൻസ്. ജർമ്മനി, ഫ്രാൻസ്. ഇത് ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. ഫ്രാൻസ്, സി, കാക്ക്, ഡി, ജർമ്മനി. ഇനി നൈക്കി, അതുപോലെ തന്നെ SSC കമ്പോസിറ്റ് അല്ലെ. നൈക്കി അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ജപ്പാൻ, ചൈന, ഹോങ്കോങ്. ഈ ഓർഡറിൽ ഓർത്ത് വെക്കാം. നൈക്കി, ജപ്പാൻ, ഹോങ്കോങ് ആണ് ഇതില് ഒരു ബന്ധമില്ലാത്ത സാധനം. അത് ചൈനീസ് ആണ് ഇതിൽ ഒരു ബന്ധമില്ലാത്ത സാധനം. അത് SSC കമ്പോസിറ്റ് ഇൻഡെക്സ് എന്നാണ് പറയുക. അതിന്റെ സിമ്പിള് സെർച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? 00001. അത് നമുക്ക് ഓർത്തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ SSC കമ്പോസിറ്റ് ഇൻഡെക്സ് എന്ന് അടിച്ചാലും മതി. അതാണ് ചൈനയുടെ ഇൻഡെക്സ്. ഹോങ്കോങ് നമുക്ക് വളരെ ഈസിയാണ്. നിഫ്റ്റി 50 പോലെ തന്നെ ഹോങ്കോങ് 50 HK. ഈസി അല്ലേ? അപ്പൊ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ചുമ്മാ ചാർട്ട് അനലൈസ് ചെയ്യാതെ ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ നോക്കാം. ഓരോ ശകലങ്ങൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്നതോറും നമ്മുടെ ട്രേഡ് ബെറ്റർ ആയിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ എന്ന് വിചാരിച്ച് നമുക്ക് ഈ ഒരു ദിവസം നമുക്ക് നല്ല സ്ട്രോങ് വ്യൂ ഉണ്ടെങ്കിൽ മാത്രമാണ് പിന്നെ ബുള്ളിഷ് എടുക്കാവൂ. അത്ര നല്ല ട്രേഡ് ആണെങ്കിൽ മാത്രം ബുള്ളിഷ് എടുക്കാവൂ. ബാരിഷ് ട്രേഡുകൾ എടുക്കുന്നത് മിക്കതും വിജയിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 24,000 കൺസോൾഡേറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് ട്രേഡ്. കാരണം എന്താ? മാർക്കറ്റ് ബാരിഷ് ആണ്. അപ്പോൾ ഓരോ സമയങ്ങളിലും ഇതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ട്രേഡ് കൺഫേം ചെയ്യുക. കാരണം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ 8 സ്റ്റോക്കും ബാരിഷ് ആയിരുന്നു ഗ്ലോബൽ മാർക്കറ്റ്സിൽ. ഉച്ചയ്ക്ക് 11-11:30 ആകുമ്പോഴേക്കും ഇതൊക്കെ അങ്ങോട്ട് മാറി മറിയും. അപ്പൊ ആ സമയത്ത് ട്രേഡ് എടുക്കുമ്പോൾ അതൊന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്.